ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? ഞാനിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് എനിക്കൊരാൾ ഇതേപോലെ മെസ്സേജ് അയക്കുന്നുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കോഴി വളർത്തലാണ്, നീ ഇപ്പോൾ വലിയ കർഷകനാണ് എന്നുള്ളത് ഒരു പുച്ഛത്തോടുള്ള ഒരു എന്താ പറയുക, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ നമുക്കൊരു വിഷമം തോന്നിയിട്ടൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ കർഷകനായാൽ കോഴി വളർത്തുന്ന അങ്ങനത്തെ ഒരു ഇതായിന്ന് വെച്ചാൽ അത് നമ്മൾ പാഷനാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യുക. ഇഷ്ടപ്പെടാതെ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. ഇനി രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കുന്നുപോലെ ഇതൊക്കെ ഉണ്ടാക്കുക, പക്ഷെ നമ്മൾ സമ്പാദിക്കണ്ട എന്നല്ല പറഞ്ഞത്. സമ്പാദിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിനെ റിലാക്സ് ചെയ്യാൻ ഇങ്ങനെയുള്ള കർഷകർക്കേ പറ്റുള്ളൂ. അത് നമ്മൾ എത്ര സമ്പാദിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറയും അത് കർഷകർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു സമാധാനം. മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറേ ഫിനാൻഷ്യൽ എന്താ പറയുക കടം മേടിച്ചിട്ടാവും ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ പല രീതിയിലും അവർ ചെയ്യുന്നുണ്ടാവുമെങ്കിൽ കൂടി. പക്ഷേ കർഷകരിൽ നിന്നാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്, ഒരു ദിവസത്തെ കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ അത് ആലോചിക്കാനുള്ള ഒരു ബുദ്ധി പോലും എൻ്റെ പ്രിയ സുഹൃത്തിനുണ്ടായില്ല. അപ്പോൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മുന്നേ കാലങ്ങളായിട്ട് നമ്മളെ എന്താ പറയുക അച്ഛനമ്മമാർ പാരമ്പര്യമായിട്ട് ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അതൊന്നും ആ പുള്ളി കണ്ടിട്ടുണ്ടായില്ല ഈ കാലം. അപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരും നമ്മളൊരു പുച്ഛത്തോടു കൂടി ആരും കാണരുത്. എല്ലാവരും വലിയവരാണ്, എല്ലാവരും നല്ല അറിവുള്ളവരാണ് എന്നുള്ളത് തന്നെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ആരോടും പെരുമാറാൻ. പക്ഷേ നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്വാസം ഇങ്ങനെ എന്താ പറയുക വിടാതെ കുറേ ആൾക്കാർ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ അങ്ങനെ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളൊക്കെ ശ്വാസം വിടാൻ വേണ്ടി വിട്ട് ജീവിക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പോൾ ചെറുപ്പ ആൾക്കാർ കുട്ടികളൊക്കെയാണ് പെട്ടെന്ന് എന്താ പറയുക മരണം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ആ ഒരു ലെവലിൽ എന്താ പറയുക മുന്നോട്ട് പോവുക. ശ്വാസം നമ്മൾ ആ ഒരു ബ്രീത്തിങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ ഈ ലോകത്തോട് വിട പറയുന്ന ആൾക്കാരാണ്. അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ ഒക്കെ സ്ഥിതി. അപ്പോൾ ആരൊന്നും അഹങ്കരിക്കൊന്നും വേണ്ട, അഹങ്കാരമൊന്നും നല്ലതുമല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു വാക്കിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ദയവേത് നമ്മൾ കമൻറ്റ്, അതേപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കും.